നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 6 സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടിയിരിക്കുകയാണ്. UGCയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തി അനുഭവ സമ്പത്തുള്ള ചില വക്കീലന്മാരുടെ സേവനവും അനൌദ്യോഗികമായി തേടുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ചില സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ സർവകലാശാല പ്രതിനിധിയില്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് നടപടിയിൽ കോടതിയുടെ ഇടപെടൽ എന്തായിരുന്നുവെന്നും പരിശോധിക്കുന്നുണ്ട്. സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം, സെർച്ച് കമ്മിറ്റി വിജ്ഞാപനത്തിൽ ആക്ഷേപമുണ്ടെന്നും കോടതിയെ സമീപിക്കുമെന്നുമാണ്. സ്ഥിരം VCമാരെ നിയമിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ മേരി ജോർജ് നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. 6 ഇടത്ത് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചെന്ന് ഗവർണറുടെ വക്കീൽ അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ കൊച്ചിയിലെത്തിയിരുന്നു. ഇന്നുച്ചയ്ക്ക് അദ്ദേഹം തലസ്ഥാനത്ത് മടങ്ങിയെത്തും. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ 11-ന് സ്ഥാനമൊഴിയുകയാണ്. ഇതുൾപ്പെടെ സ്ഥിരം VC ഇല്ലാത്ത മറ്റു സർവകലാശാലകളിൽ കൂടി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ വിജ്ഞാപനം ഇറക്കുമോ എന്നാണ് സർക്കാർ ആകാംക്ഷയോടെ നോക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ ഗവർണർ നേരത്തെ രാജ്ഭവൻ അധികൃതരോട് നിർദ്ദേശം നൽകിയിരുന്നു. സർക്കാർ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും ഗവർണർ നിയമിച്ച സെർച്ച് കമ്മിറ്റിയിൽ അംഗങ്ങളുമായി താൽക്കാലിക VCമാർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ VCമാരെല്ലാം ചാൻസലറുടെ നോമികളാണെന്ന പ്രത്യേകതയുമുണ്ട്. അതേസമയം വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഗവർണർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സർവകലാശാലകൾ പ്രതിനിധിയെ നൽകാത്തതിനാലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതെന്നും ഗവർണർ തുറന്നടിച്ചു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സെർച്ച് കമ്മിറ്റികളിലേക്ക് സർവകലാശാലകൾ നോമിനികളെ തന്നില്ല. ഇനി സർക്കാർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. കോടതിയിൽ പോകാൻ സർക്കാരിന് അവകാശമുണ്ട്. ഞാൻ എന്റെ ജോലി ചെയ്യുകയാണെന്നും വൈസ് ചാൻസലർമാരെ നിയമിക്കാത്തതിൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ദിവസം CPIM നേതാവ് M. സ്വരാജിന് മറുപടിയുമായി ഗവർണർ. സ്വരാജിന്റെ വിവാദ പരാമർശം, ഗവർണർക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിനാണ് ഗവർണർ മറുപടി നൽകിയത്. ഹൂ ഈസ് മിസ്റ്റർ സ്വരാജ്? ആരാണ് ഈ M. സ്വരാജ് എന്നും തനിക്ക് അയാളെ അറിയില്ലെന്നും നിരുത്തരവാദപരമായ പരാമർശങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ലെന്നും ഗവർണർ തുറന്നടിച്ചു. അതേസമയം M. സ്വരാജിന്റെ പരിഹാസം ഇപ്രകാരമായിരുന്നു: ചിത്തഭ്രമമുള്ളവർക്ക് MPയോ MLAയോ ആകാൻ കഴിയില്ലെന്ന് ഭരണഘടന പറയുമ്പോൾ അത്തരക്കാർക്ക് ഗവർണർ ആകാൻ കഴിയില്ലെന്ന് ഭരണഘടന പറയുന്നില്ല. ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആകുമെന്ന് കണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയതാകാമെന്നായിരുന്നു M. സ്വരാജിന്റെ പ്രസ്താവന. കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേക മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം 2 കൊല്ലം മുൻപ് CPIMനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു. വൈദേശിക ആശയങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ വിമർശനമല്ല, മറിച്ച് RSSന്റെ വിമർശനമാണ്. ഗവർണർ ആണെങ്കിലും വിവരദോഷമുണ്ടാകാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ലെന്നും സ്വരാജ് വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.